അത് ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി. പായസം ഉണ്ടാക്കാൻ കൂടെ കൂട്ടണേന്ന് പറഞ്ഞിട്ട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ? ഇന്ന് എന്റെ മോനും മരുമോളും ഒരു വലിയ വിജയം നേടിയ ദിവസാ. അതിന്റെ മധുരം ആദ്യം നിനക്ക് തന്നെ തരണോന്ന് കരുതി വീട് മൊത്തം തന്നെ തിരക്കി നടക്കുകയായിരുന്നു. ഇതാ പിടിക്ക്. എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയത്? ഒരിക്കലും കിട്ടുമെന്ന് കരുതാത്തൊരു പ്രോപ്പർട്ടി നമ്മളിന്ന് സ്വന്തമാക്കി. പക്ഷെ അതിന്റെ പേരിൽ പോലും എനിക്കൊന്ന് സന്തോഷിക്കാനാവുന്നില്ലമ്മേ. എന്താ നിന്റെ പ്രശ്നം? പ്രശ്നം ഒന്നേ ഉള്ളൂ, ആശുപത്രിയിൽ കിടക്കുന്ന നിർമ്മലാന്റി. നീ വീണ്ടും ആ വിഷയം കുത്തിപ്പൊക്കൊണ്ട് വരികയാണ് നിധി. അതങ്ങനെ കുഴിച്ചുമൂടി കളയാൻ പറ്റുന്നൊരു വിഷയമല്ലമ്മേ. ഗൗതമിന്റെ അമ്മയാ മരണത്തോട് മല്ലടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. എന്തിനാ അമ്മയെന്ന് പറഞ്ഞു ഒതുക്കിയത്? പെറ്റമ്മ എന്ന് തന്നെ പറ. നിന്റെ ആഗ്രഹം ഇപ്പൊ അങ്ങനെയാണല്ലോ. എങ്ങനെയെങ്കിലും എന്നെ ഒരു മൂലയിലേക്ക് അങ്ങ് ഒതുക്കണം, എന്നിട്ട് ഗൗതമിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിർമ്മലയെ കൊണ്ടുവരണം. അതിനാണല്ലോ നീ ശ്രമിക്കുന്നത്. എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണത്. പിന്നെ അല്ലാതെ, അങ്ങനെ ഒരു ചിന്ത നിനക്കില്ലെങ്കിൽ ഇങ്ങനെ സങ്കടം അഭിനയിച്ച് മാറി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. നീ എന്താ ഏത് സമയം അവളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അമ്മ പലവട്ടം എന്നോട് എന്ത് ചോദിച്ചാലും സാധിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഞാനൊരു കാര്യം ചോദിക്കാൻ പോവാ. അമ്മ അതിനെ സമ്മതിക്കണം. അത് എനിക്കൊരാഗ്രഹം. നിർമ്മലാന്റിയെ ഡിസ്ചാർജ് ചെയ്ത് നമുക്ക് ഇവിടേക്ക് കൊണ്ടുവന്നാലോ?